ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ധാരാളം നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്? അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഖളാ ആയ നിസ്കാരത്തെ വേഗത്തിൽ നിസ്കരിക്കണം. ഇപ്പോൾ സമയമായ നിസ്കാരത്തെക്കാളും ഖളാ ആയ നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടത്. കാരണത്തോടു കൂടിയാവാം ചിലപ്പോൾ ഖളാ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കാരണമൊന്നുമില്ലാതെയാവാം ഖളാ ആയിട്ടുള്ളത്. കാരണത്തോടു കൂടിയാണ് ഖളാ ആയതെങ്കിൽ റവാത്തിബ് സുന്നത്തുകളെ പിന്തിപ്പിക്കൽ, ആദ്യം ഫർളായ ഖളാ ആയ നിസ്കാരത്തെ നിസ്കരിച്ചിട്ട് പിന്നീട് റവാത്തിബ് സുന്നത്തുകളെ നിസ്കരിക്കൽ സുന്നത്താണ്. എന്നാൽ കാരണമൊന്നുമില്ലാതെയാണ് ഖളാ ആയത് എങ്കിൽ ആ ഫർള് നിസ്കാരത്തെ റവാത്തിബ് സുന്നത്തുകളെക്കാളും മുന്നിൽ നിസ്കരിക്കൽ, ആദ്യം തന്നെ ഖളാ ആയ നിസ്കാരത്തെ നിർവഹിക്കൽ നിർബന്ധമാണ്. റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാല് ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റവാത്തിബ് സുന്നത്തുകൾ പോലും നിസ്കരിക്കാതെ ഒരു കാരണവുമില്ലാതെ ഖളാ ആയ ഫർള് നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇനി ഒരു കാരണവും കൂടാതെ ഒരാൾക്ക് ധാരാളം ഫർള് നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ട് എങ്കിൽ, 3 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തോളം ഖളാ ആക്കിയിട്ടുണ്ട് നിസ്കാരം, ഒരു കാരണവുമില്ലായിരുന്നു, വെറുതെ മറ്റേ കളി വിനോദങ്ങളിലായി ഏർപ്പെട്ടുകൊണ്ട് ഖളാ ആയതാണ്, യാതൊരു കാരണവുമില്ല. എന്നാൽ യൽസമുഹു സർഫ് ജമീഇ സമനിഹി ലിൽ ഖളാഇ, അവന്റെ മുഴുവൻ സമയവും ഖളാ വീട്ടുന്നതിന് വേണ്ടി ചെലവഴിക്കൽ നിർബന്ധമാണ്. മുഴുവൻ സമയം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുണ്ട്. അവർക്ക് ഭക്ഷണം, വസ്ത്രം വാങ്ങാനെല്ലാം വേണ്ടി കച്ചവടത്തിന് പോകേണ്ടി വരും, ജോലിക്ക് പോകേണ്ടി വരും. ആ ജോലിക്ക് പോകുന്ന ആ സമയം, അതുപോലെ തന്നെ വിശ്രമിക്കാൻ, ഉറങ്ങാൻ വേണ്ട സമയം, അതുപോലെ വൃത്തിയാവാൻ വേണ്ട സമയം, ഇതെല്ലാം ഒഴിച്ച് ബാക്കി എപ്പോൾ ഫ്രീ കിട്ടുന്നോ ആ സമയമെല്ലാം ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ്. ഇനി ധാരാളം നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ അനുസരിച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. ഉദാഹരണം, ആദ്യം ളുഹർ, പിന്നെ അസർ, പിന്നെ മഗ്രിബ്, പിന്നെ ഇശാ, സുബ്ഹ്, അതേ ഓർഡറിൽ എന്ത് ചെയ്യുക, ഖളാ വീട്ടൽ സുന്നത്താണ്. ഇനി ഒരാൾക്ക് ധാരാളം നിസ്കാരങ്ങൾ ഖളാ ഉണ്ട്, ആ ഖളാ ഉള്ള കൂട്ടത്തിൽ ഒരു കാരണവുമില്ലാതെ ഖളാ ആയ നിസ്കാരവുമുണ്ട്, കാരണത്തോടു കൂടി ഖളാ ആയ നിസ്കാരങ്ങളുമുണ്ട്. എന്നാൽ ഒരു കാരണവുമില്ലാതെ ഖളാ ആയ നിസ്കാരത്തെയാണ് അവിടെ കാരണത്തോടു കൂടി ഖളാ ആയ നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടത്. ഉദാഹരണമായി, ഒരാൾക്ക് കാരണത്തോടു കൂടി അസർ നിസ്കാരം ഖളാ ആയിട്ടുണ്ട്, കാരണമില്ലാതെ മഗ്രിബ് നിസ്കാരവും ഖളാ ആയിട്ടുണ്ട്. എന്നാൽ അസറിന് മുമ്പ് മഗ്രിബാണ് നിസ്കരിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമപ്രകാരമാകുക എന്ന സുന്നത്ത് അവിടെ നഷ്ടപ്പെട്ടാലും ശരി, അവിടെ ആ സുന്നത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരത്തെയാണ് അവിടെ മുന്തിക്കേണ്ടത്. ഇപ്പോൾ ക്രമപ്രകാരം നിസ്കരിക്കൽ സുന്നത്താകുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ എല്ലാ നിസ്കാരവും കാരണത്തോടു കൂടി ഖളാ ആയ നിസ്കാരമാകുക, എന്നാൽ അവിടെ ക്രമപ്രകാരം ഖളാ വീട്ടൽ സുന്നത്താണ്. അല്ലെങ്കിൽ എല്ലാ നിസ്കാരവും കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരമാകുക, എന്നാലും അവിടെയും ക്രമപ്രകാരം ഖളാ വീട്ടലാണ് സുന്നത്ത്. അല്ലാത്ത രൂപത്തിലാണെങ്കിൽ രണ്ടും കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്, ഒരു കാരണവും ഇല്ലാതെ ഖളാ ആയ നിസ്കാരവുമുണ്ട്, കാരണത്തോടു കൂടി ഖളാ ആയ നിസ്കാരവുമുണ്ട്, എന്നാൽ അവിടെ മുന്തിക്കേണ്ടത് കാരണമൊന്നും കൂടാതെ ഖളാ ആയ നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടത് എന്ന് സാരം. അല്ലാഹു തആല നാം കേട്ട ഇൽമ് ഇരു ലോകത്തും ഉപകാരപ്രദമായ ഇൽമാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.